ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ 2024 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ വാർത്തകളിൽ കണ്ട ഗാർഡി സുഖ്ദീപ് ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? കരീബിയൻ കടലാണ്. അടുത്തിടെ ഇന്ത്യയുടെ 35ാമത് വിദേശകാര്യ സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? വിക്രം മിശ്രിയാണ്. സമീപകാലത്ത് അതിന്റെ മുഴുവൻ ജന്തുജാലങ്ങളുടെയും ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട INS രൺവീർ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? രജപുത്രയാണ്. സമീപകാലത്ത് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഗവേഷകരാണ് തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് സൂപ്പർ കപ്പാസിറ്ററുകൾക്കായി സജീവമായ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന രീതി വികസിപ്പിച്ചെടുത്തത്? കേരളമാണ്. അടുത്തിടെ ഏത് സംഘടനയാണ് ഇന്ത്യയുടെ ഹരിത ഹൈഡ്രജൻ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി $1.5 ബില്യൺ വായ്പ അനുവദിച്ചത്? ലോക ബാങ്കാണ്. 10ാം തവണയും ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. കൂടാതെ അറിയേണ്ട കാര്യമാണ്, മുൻ ലോക ചെസ് ചാമ്പ്യൻ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് 2024 ജൂൺ 30 സ്പെയിനിലെ ലിയോണിൽ നടന്ന ഫൈനലിൽ സ്പെയിനിന്റെ ജെയിംസ് സാറ്റോസ് ലദാസയെ 3-1 പരാജയപ്പെടുത്തിയത്. അടുത്തിടെ അന്തരിച്ച ഭൂപീന്ദർ സിംഗ് റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ്. അടുത്തിടെ ഡിക്ഷുഫ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായി? നെതർലൻഡാണ്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസമായ നൊമാഡിക് എലിഫന്റ് 16ാമത് എഡിഷൻ എവിടെയാണ് നടന്നത്? ഉംറോയ്, മേഘാലയയാണ്. സംസ്ഥാന സർവകലാശാലകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും സംസ്കാരം മെച്ചപ്പെടുത്തുന്നു എന്ന തലക്കെട്ടിൽ ഏത് സർക്കാർ ഏജൻസിയാണ് അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയത്? നീതി ആയോഗാണ്. IIT ബോംബെയിൽ വികസിപ്പിച്ച ഗ്രാമപ്രദേശങ്ങളിൽ താങ്ങാനാവുന്ന ബ്രോഡ്ബാൻഡ് ആക്സസിനായി അടുത്തിടെ വയർലെസ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ അംഗീകാരം നൽകിയ സ്ഥാപനം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയർമാരാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട നാഗരാജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് NSTR ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശാണ്. ഏത് കമ്പനിയാണ് അടുത്തിടെ ആരോഗ്യ സാഥി പ്ലാൻ ആരംഭിച്ചത്? അറിഞ്ഞിരിക്കണം, പേടിഎം ആണ്. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ തീം എന്താണ്? ആരെയും പിന്നിലാക്കാതിരിക്കാൻ എല്ലാവരെയും കണക്കാക്കുക എന്നതാണ് തീം. അടുത്തിടെ ഏത് രാജ്യത്തെ ഭൗമശാസ്ത്രജ്ഞരാണ് ഒഗോനിയോ ബൈറ്റ്, സ്കാൻഡിയോ ഫ്ലൂറോ എക്കർ മാനൈറ്റ് എന്നീ 2 പുതിയ നിയോബിയം സ്കാൻഡിയം ധാതുക്കൾ കണ്ടെത്തിയത്? ചൈനയാണ്. അടുത്തിടെ ഏത് രാജ്യമാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ 5ാമത്തെ അംഗമായത്? ബംഗ്ലാദേശാണ്. എക്സൈസ് പിച്ച് ബ്ലാക്ക് 2024 ആതിഥേയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട മക്കൻസി നദി ഏത് രാജ്യത്തെ ഏറ്റവും വലുതും നീളമേറിയതുമായ നദീതടമാണ്? ഓസ്ട്രേലിയയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജിമ്മി ആൻഡേഴ്സൺ ഏത് രാജ്യക്കാരനാണ്? ഇംഗ്ലണ്ടുകാരനാണ്. SDG സുസ്ഥിര വികസന ലക്ഷ്യം ഇന്ത്യ സൂചിക 2023-24 4ാം പതിപ്പ് അടുത്തിടെ പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? നീതി ആയോഗാണ്. IT സാക്ഷം യുവ സ്കീം 2024 ഈയിടെ ആരംഭിച്ച സംസ്ഥാന സർക്കാർ? ഹരിയാനയാണ്. 23ാമത്തെ ചോദ്യം: അടുത്തിടെ ഏത് ഗവേഷണ സ്ഥാപനമാണ് ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഉൽപ്പന്നം പ്രോഗ്രാം ആരംഭിച്ചത്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്, ഐക്ര. അടുത്തിടെ വാർത്തകളിൽ കണ്ട നാഷണൽ ജിയോസഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NGRI ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. UN ക്ലൈമറ്റ് ഫണ്ട് ബോർഡിന് ആതിഥേയത്വം വഹിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. അടുത്തിടെ വന്യജീവി വിദ്യാഭ്യാസവും സംരക്ഷണവും മെച്ചപ്പെടുത്തുന്നതിനായി ആദ്യത്തെ പക്ഷി ഗ്യാലറി തുറന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്തിടെ ഗീതാനാഥ് നൌസേന ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? ലിതിയാനയാണ്. അടുത്തിടെ പോൾ കഗാമെ 4ാം തവണയും ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? റുവാണ്ട. അടുത്തിടെ യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റായി ആരാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? നിങ്ങൾ അറിഞ്ഞിരിക്കണം, റോബർട്ട മെസ്റ്റോളെ. 30ാമത്തെ ചോദ്യം: അടുത്തിടെ വാർത്തകളിൽ കണ്ട കോമൺ സർവീസസ് സെന്ററുകൾ ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ്. ഏത് സ്ഥാപനമാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷനുകൾക്കായി $240.5 ബില്യൺ വായ്പ അനുവദിച്ചത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. മൺസൂൺ ക്രോപ്സ് ബയോബ്ലിക്സ് 2024 ഏത് സംസ്ഥാനത്ത് അടുത്തിടെ സംഘടിപ്പിച്ചു? അറിഞ്ഞിരിക്കണം, കേരളം.
നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ NSO പ്രൊവിഷണൽ എസ്റ്റിമേറ്റ് അനുസരിച്ച് 2023-24 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8.2%. അടുത്തിടെ അഡിറ്റീവ് നിർമ്മാണത്തിലൂടെ സുസ്ഥിരമായ ബഹിരാകാശ പര്യവേഷണത്തിനായി ISRO ഏത് കമ്പനിയുമായി സഹകരിച്ചു? വിപ്രോ 3D ആണ്. സമീപകാലത്ത് ഏത് ഗവേഷണ സ്ഥാപനമാണ് ലബോറട്ടറിയിൽ സാംക്രമികമല്ലാത്ത നിപ്പ വൈറസ് പോലുള്ള കണികകൾ സൃഷ്ടിക്കാനുള്ള മാർഗം വികസിപ്പിച്ചെടുത്തത്? അറിഞ്ഞിരിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ആണ്. അടുത്തിടെ ക്ലോഡിയ ഷീംബോം ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? മെക്സിക്കോ. 24 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര നിലവറകൾക്ക് UK-യിൽ നിന്ന് RBI എത്ര സ്വർണം അനുവദിച്ചു? 100 മെട്രിക് ടൺ സ്വർണമാണ്. അടുത്തിടെ സൈബർ സുരക്ഷാ പ്രോഗ്രാമിനായി ഗുരുഗ്രാം സൈബർ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഘടന ഏതാണ്? സൂപ്പിയാണ്. ജലത്തുള്ളികൾക്ക് പ്രകൃതിദത്ത ധാതുക്കളെ നാനോ കണങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്ന് അടുത്തിടെ കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ് ആണ്. 40ാമത്തെ ചോദ്യം, വേൾഡ് വെൽത്ത് റിപ്പോർട്ട് 2024 ഏത് സംഘടനയാണ് അടുത്തിടെ പുറത്തിറക്കിയത്? അറിഞ്ഞിരിക്കുക, കാപ് ജെമിനി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ചൈൽഡ് ന്യൂട്രീഷൻ റിപ്പോർട്ട് 2024 അടുത്തിടെ പുറത്തിറക്കിയ സംഘടന യുനിസെഫ് ആണ്. ക്ലാസ് മുറികളിൽ ഹരിത വിദ്യാഭ്യാസം എന്നതിനായുള്ള പുതിയ സംരംഭങ്ങൾ ഏത് സംഘടനയാണ് അടുത്തിടെ ആരംഭിച്ചത്? യുനെസ്കോ ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട സുബൻസിരി ലോവർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അറിഞ്ഞിരിക്കണം, ആസാം. 2024 EY ലോക സംരംഭകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വെള്ളയ്യൻ സുബ്ബയ്യ. ഏത് മന്ത്രാലയമാണ് ഇന്ത്യയിൽ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ HCS നടത്തിയത്? അറിഞ്ഞിരിക്കണം, സ്ഥിതി വിവരക്കണക്ക് പ്രോഗ്രാം നടപ്പാക്കൽ മന്ത്രാലയമാണ്. ഓപ്ഷനിൽ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് ചോദിച്ചാലും ഏതാണ്? HCS നടപ്പിലാക്കിയ സംഘടനയാണ്. രാജാജി രാഘവ് ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയറായി ഈയിടെ നിയോഗിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ്. അടുത്തിടെ വിമാനാപകടത്തിൽ അന്തരിച്ച സൗലോസ് ക്ലോസ് ചിലിമ ഏത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു? മലാവിയ. ഡ്രോണുകൾ, മിസൈലുകൾ, സൈബർ സാങ്കേതിക വിദ്യകൾ എന്നിവ സഹകരിക്കാൻ UAE-യുടെ എഡ്ജ് ഗ്രൂപ്പുമായി അടുത്തിടെ കരാർ ഒപ്പിട്ട എയ്റോസ്പേസ് കമ്പനി ഏതാണ്? അദാനി ഡിഫൻസ് ആണ്. അടുത്തിടെ വാർത്തകൾ കണ്ട നാഗാസ്ത്ര 1 എന്താണ്? മാൻ പോർട്ടബിൾ സൂയിസൈഡ് ഡ്രോണുകളാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പയം പദ്ധതി അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 206 കോടി ബഡ്ജറ്റിൽ സംസ്ഥാനത്ത് സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മണ്ണുയിർ കാത്ത് മണ്ണുയിർ കാപ്പയം പദ്ധതി ആരംഭിച്ചത്. ആഭ്യന്തര പൊതു സംഭരണങ്ങളിൽ ആർബിട്രേഷന്റെയും മധ്യസ്ഥതയുടെയും ഉപയോഗം വിശദീകരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏത് മന്ത്രാലയമാണ് അടുത്തിടെ പുറത്തിറക്കിയത്? ധനമന്ത്രാലയമാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ദിവ്യദൃഷ്ടി AI ടൂൾ ഏത് സ്ഥാപനത്തിന്റെ സാങ്കേതിക മാർഗനിർദ്ദേശത്തിന് കീഴിലാണ് വികസിപ്പിച്ചെടുത്തത്? സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. പവൻ ഊർജ ഇന്ത്യയുടെ ഭാവി ശക്തിപ്പെടുത്തൽ എന്ന കേന്ദ്ര പ്രമേയവുമായി അടുത്തിടെ ഗ്ലോബൽ വിൻഡ് ഡേ പരിപാടി സംഘടിപ്പിച്ച മന്ത്രാലയം ഏതാണ്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ വെർത്ത് ടാക്സ് ഏത് രാജ്യമാണ് അവതരിപ്പിച്ചത്? അറിഞ്ഞിരിക്കണം, ന്യൂസിലാൻഡ് ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ട്രൂനാറ്റ് പ്ലാറ്റ്ഫോം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? TB ആണ്. അടുത്തിടെ യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അന്റോണിയോ കോസ്റ്റയാണ്. കൂടാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചാൾസ് മിഷേലിന് പകരമായി 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. 57ാമത്തെ ചോദ്യം, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടുത്തിടെ വാർത്തകളിൽ കണ്ട നിയോമ ചുഷിൽ പ്രദേശം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. അടുത്തിടെ സെൻട്രൽ റെയിൽവേ അതിന്റെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് 10 മെഗാവാട്ട് പവർ ശേഷിയുള്ള ഇന്ത്യയിലെ ഏത് തടാകത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? അറിഞ്ഞിരിക്കണം, ഇഗസ്തിപുരി തടാകം. 59ാമത്തെ ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചത്? രാജസ്ഥാൻ. TNS തബാറിന്റെ സന്ദർശനത്തെ തുടർന്ന് അടുത്തിടെ വാർത്തകളിൽ നടന്ന ഒരു തുറമുഖ നഗരമായ അലക്സാണ്ട്രിയ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്താണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സിൻട്രീഷ്യ കാനിനെർവിസ് എന്താണ്? മരുഭൂമിയിലെ പായലിന്റെ ഒരു ഇനമാണ്.
അടുത്തിടെ പുരാവസ്തു ഗവേഷകർ 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിക്കൂട് കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? അറിഞ്ഞിരിക്കണം, ആന്ധ്രാപ്രദേശാണ്. അടുത്തിടെ എയർ ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് പരിശീലന സ്കൂൾ ഏത് സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നു? മഹാരാഷ്ട്രയാണ്. അടുത്തിടെ കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭിന്നശേഷിക്കാർക്കായി രാജ്യത്തെ ആദ്യത്തെ ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവൽ രൂപകൽപ്പന ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മുതുമല കടുവ സങ്കേതത്തിൽ അടുത്തിടെ കണ്ട കോമൺ ഗ്രാസ് യെല്ലോ ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ബട്ടർഫ്ലൈ. അടുത്തിടെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏത് സംസ്ഥാനത്തെ മൈക്ക മൈനുകൾ ബാലവേല രഹിതമായി പ്രഖ്യാപിച്ചു? ജാർഖണ്ഡാണ്. സമീപകാലത്ത് ഏത് കടലിലെ ആഴത്തിലുള്ള വെള്ളത്തിലാണ് ശാസ്ത്രജ്ഞർ അപൂർവ വാമ്പേർ സ്കിഡ് കണ്ടെത്തിയത്? ദക്ഷിണ ചൈന കടലാണ്. വാർത്തകളിൽ കണ്ട ടൈഫോൺ വെപ്പൺ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? USA ആണ്. സമുദ്ര സുരക്ഷ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു കപ്പൽ പാത പ്രവചന ഉപകരണം വികസിപ്പിക്കുന്നതിന് അടുത്തിടെ ഏത് സ്ഥാപനമാണ് ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗുമായി കരാർ ഒപ്പിട്ടത്? IIT ബോംബെ ആണ്. ഫ്രാൻസ് സർക്കാരുമായി സഹകരിച്ച് ഇൻഡോ ഫ്രഞ്ച് ലിവർ ആൻഡ് മെറ്റബോളിക് ഡിസീസ് നെറ്റ്വർക്ക് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സെന്റിനൽ ന്യൂക്ലിയർ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? USA ആണ്. അടുത്തിടെ ഇന്ത്യയും റഷ്യയും ഉഭയകക്ഷി വ്യാപാരം ഏത് വർഷത്തോടെ $100 ബില്യൺ ഉയർത്താൻ സമ്മതിച്ചു? 2030. അടുത്തിടെ ഇന്ത്യയും ഏത് രാജ്യവും ജൈവ ഉൽപ്പന്നങ്ങൾക്കായുള്ള പരസ്പര അംഗീകാര ഉടമ്പടി MRA ഒപ്പുവെച്ചു? തായ്വാനാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹാനിബാൾ നിർദ്ദേശം ഏത് രാജ്യത്തിന്റെ സൈനിക തന്ത്രമാണ്? അറിഞ്ഞിരിക്കണം, ഇസ്രായേലാണ്. വാർത്തകളിൽ കണ്ട സുഗിന്ദ വാലി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഡിജിറ്റൽ ഭാരത് നിധി പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? വിദൂര ഗ്രാമപ്രദേശങ്ങളിൽ ടെലികോം ശൃംഖലകൾ മെച്ചപ്പെടുത്തൽ എന്നതാണ്. കാർഷിക മേഖലയിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ 750 കോടി രൂപ അഗ്രി ഷുവർ ഫണ്ട് പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? നബാർഡാണ്. അടുത്തിടെ ഏത് രാജ്യമാണ് 2 വ്യത്യസ്ത ക്വാണ്ടം നാവിഗേഷൻ ടെസ്റ്റുകൾ നടത്തിയത്? ഒന്ന് റോയൽ നേവി കപ്പലിലും മറ്റൊന്ന് ഒരു ചെറിയ ജെറ്റ് വിമാനത്തിലും? UK ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട പ്രോജക്ട് 2025 ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? USA ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട നാസയുടെ ചാപ്പേ ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ചൊവ്വയുടെ ഉപരിതലത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുക എന്നതാണ്. ഏത് മന്ത്രാലയമാണ് 2024 വേൾഡ് ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽസ് ഫോറംസിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്? സാംസ്കാരിക മന്ത്രാലയം. ഇന്ത്യയുടെ ചെസ് കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ അടുത്തിടെ പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്. അടുത്തിടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് ഉയർന്ന കാര്യക്ഷമതയുള്ള മലേറിയ വാക്സിൻ R21 മെട്രിക്സ് M ഏത് രാജ്യത്താണ് പുറത്തിറക്കിയത്? ഐവറി കോസ്റ്റ് ആണ്. കുട്ടികളിൽ ചണ്ഡീപുര വൈറസ് അണുബാധ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. IQAir അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും മലിനമായ നഗരമായി അടുത്തിടെ റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ്? കാഠ്മണ്ഡു ആണ്. IQAir പറയുന്ന അനുസരിച്ച് 2024 മെയ് 2 വരെ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് കാഠ്മണ്ഡു. 101 നഗരങ്ങളിലെ മലിനീകരണ തോത് തത്സമയം നിരീക്ഷിക്കുന്ന ഒരു സ്വിസ് സാങ്കേതിക കമ്പനിയാണ് IQAir. അടുത്തിടെ ഏജിംഗ് വെൽ ഇൻ ഏഷ്യൻ ഡെവലപ്മെന്റ് പോളിസി റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ബോയിംഗ് സ്റ്റാർലൈനറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകൽ എന്നതാണ്. അടുത്തിടെ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ച് 2024 പുരുഷന്മാരുടെ AFC U23 ഏഷ്യൻ കപ്പ് ഏത് രാജ്യമാണ് നേടിയത്? ജപ്പാനാണ്. അടുത്തിടെ ജോസ് റൗൾ മുലിനോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? പനാമയാണ്. അറേബ്യൻ ട്രാവൽ മാർട്ട് 2024 ദുബായിൽ കൂൾ സമ്മേഴ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ടൂറിസം മന്ത്രാലയം. ചോദ്യം 92 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഫ്യൂസോ ബാക്ടീരിയം ന്യൂക്ലിയേറ്റം ബാക്ടീരിയ പ്രാഥമികമായി മനുഷ്യന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? വായയാണ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ ട്രാഫിക് പാർക്ക് അടുത്തിടെ എവിടെയാണ് തുറന്നത്? പ്രയാഗ്രാജ്. സമീപകാലത്ത് വിപണി ഇതര സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിപണി സമ്പദ് വ്യവസ്ഥയിലേക്ക് വർഗീകരണം മാറ്റാൻ ഏത് രാജ്യമാണ് US അവകാശപ്പെട്ടത്? വിയറ്റ്നാമാണ്.
അടുത്തിടെ ഏത് രാജ്യത്തിന്റെ അംബാസഡറാണ് നാഗാലാൻഡിൽ കൊഹിമ സമാധാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത്? ജപ്പാനാണ്. അറിഞ്ഞിരിക്കണം, ഹിരോഷി സുസുക്കിയാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? 11 മെയ് ആണ്. കാട്ടുപൂവാൻ കുരുന്നില എന്ന അപൂർവ വൃക്ഷ ഇനത്തെ ഈയിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ്? പശ്ചിമഘട്ടം. 98ാമത്തെ ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ കണ്ട കവാസാക്കി രോഗം എന്താണ്? ഒരു അപൂർവ ഹൃദ്രോഗമാണ് കവാസാക്കി രോഗം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ അന്തരിച്ച സുശീൽ മോദി ഏത് സംസ്ഥാനത്തിന്റെ മുൻ ഉപമുഖ്യമന്ത്രി ആയിരുന്നു? ബീഹാർ ആണ്. അവസാനത്തെ ചോദ്യം, 100ാമത്തെ ചോദ്യം. അടുത്തിടെ ഹൈപ്പർസോണിക് മിസൈലുകൾക്കായി ഇന്റർസെപ്റ്ററുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച 2 രാജ്യങ്ങൾ ഏതാണ്? അമേരിക്കയും ജപ്പാനുമാണ്. അപ്പൊ ഈ ഒരു 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്.